ഹലോ സുഖല്ലേ. അപ്പോൾ ഞാൻ പണി, ലക്കി ഭാസ്കർ ഈ രണ്ട് സിനിമയും തിയേറ്ററിൽ പോയി കണ്ടു. പക്ഷേ പണി എനിക്ക് എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് റിവ്യൂ ഇടാൻ പറ്റിയില്ല. പിന്നെ ലക്കി ഭാസ്കർ ഞാൻ കാണുമ്പോഴത്തേക്ക് എന്താ പറയുക, അതിൻ്റെ OTT റിലീസൊക്കെ പ്രഖ്യാപിച്ചു. പിന്നെ എല്ലാവരും നല്ല റിവ്യൂ ഏകദേശം എല്ലാവരും കണ്ട പടമായതുകൊണ്ട് ഞാൻ പിന്നെ റിവ്യൂ ഇടാൻ നിന്നില്ല. എന്താ പറയുക, പിന്നെ അമരൻ ഞാൻ കണ്ടു, പൊളി പടമാണ്. അതിപ്പോഴും തിയേറ്റർ ഉണ്ടെങ്കിൽ, നിങ്ങൾ അടുത്തുള്ള തിയേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പോകാൻ ശ്രമിക്കുക. പിന്നെ ടെലിഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുകയാണ്, തിയേറ്ററിൽ പോയി കാണാം. ഡെഫിനറ്റ്ലി വേർത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അമരൻ്റെ ലക്കി ഭാസ്കറിൻ്റെ ഒന്ന് റിവ്യൂ ആയിട്ടുള്ള വന്നിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക, പ്രശാന്ത് നീൽ കഥ എഴുതിയ ഹോംബാലെ, അതായത് KGF-ൻ്റെ ഒക്കെ, പ്രശാന്ത് നീൽ തന്നെ KGF-ൻ്റെയും എന്താ പറയുക സലാറിൻ്റെയും ഡയറക്ടർ. അപ്പോൾ മൂപ്പര് കഥ എഴുതിയ ഹോംബാലെ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്ത കന്നഡയിലെ, നമുക്ക് അധികം ആർക്കും അറിയില്ല, പക്ഷെ കന്നഡ ഫിലിംസ് കാണുന്നവർക്ക് അറിയാം. അവിടുത്തെ ഒരു നല്ലൊരു നടനായിട്ടുള്ള ശ്രീമുരളി ആക്ട് ചെയ്ത ബഗീര പറഞ്ഞ സിനിമേൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നുള്ളത്. ഇത് നെറ്റ്ഫ്ലിക്സിൽ OTT-ൽ വന്ന പടമാണ്. അപ്പം റിവ്യൂലോട്ട് കിടക്കാം. അപ്പോൾ ബഗീര ഫസ്റ്റ് തന്നെ ശ്രീമുരളി, എന്താ പറയുക, നമ്മുടെ പ്രശാന്ത് നീലിൻ്റെ ഫസ്റ്റ് സിനിമ ആണെന്ന് തോന്നുന്നു. ആ സിനിമയിൽ ഉഗ്രം പറഞ്ഞ സിനിമയിലെ ആക്ടറാണ്. അതേപോലെ കുറേ സിനിമയിൽ കന്നഡയിലെ ഒരു ഫേമസ് നടനാണ്. മൂപ്പരാണ് ഇതിലെ ലീഡ് റോള്. അതേപോലെ ഇതിൽ പ്രകാശ് രാജ് ഉണ്ട്. സത്യം പറയാലോ, ദേവര, ഗുണ്ടൂർ മുളക് ഈ രണ്ട് സിനിമയിലും വലിയ സുഖമില്ലാത്ത റോളുകളാണ് നമ്മളെ പ്രകാശ് രാജിന് കൊടുത്തിട്ടുള്ളത്. പുള്ളി നല്ലൊരു ആക്ടറാണ്. ആ ഒരു സ്കില്ലാരും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ പുള്ളി എന്താ പറയുക, ആക്ടിങ് സ്കില്ലല്ല, പക്ഷെ പുള്ളിക്ക് നല്ല റോള് കൊടുത്തിട്ടുണ്ട്. കഥയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് പുള്ളിയിലൂടെയാണ് എന്താ പറയുക, കുറേ സീൻസ്, ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് സീൻസ് പുള്ളിയാണ് കൊണ്ടുവരുന്നത്. അപ്പം അത് നല്ല രീതിക്ക് തന്നെ വർക്കായിട്ടുണ്ട്. പുള്ളീൻ്റെ ചില കോമഡി സീൻസ്, ഒരു കോമഡി സീൻസൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിക്ക് വർക്കായിട്ട് വന്നിട്ടുണ്ട്. ഇൻ്റർവെല്ലിന് പുള്ളി വരുമ്പോൾ ഒരു ഇൻ്റർവെൽ പഞ്ചൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അതേപോലെ രുക്മിണി വസന്ത്, നമ്മളെ രക്ഷി ഷെട്ടീൻ്റെ സപ്തസാഗരയുടെ അച്ഛൻ. രക്ഷി ഷെട്ടി വെച്ചാൽ 777 ചാർലി പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ഹീറോ. പുള്ളീൻ്റെ എന്താ സപ്തസാഗരയുടെ അച്ഛൻ എല പറഞ്ഞ സിനിമയിലെ നടിയാണ്. ആ സിനിമ കണ്ടാൽ മനസ്സിലാവും രക്ഷി ഷെട്ടിയും രുക്മിണി വസന്ത് ഇവർ രണ്ടുപേരും എത്രത്തോളം നമ്മളെ കരയിപ്പിച്ചതിന് കയ്യും കണക്കൊന്നുമില്ല. എന്താ പറയുക, അടിപൊളിയായിട്ട് ഈ സിനിമ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇതെന്ന് വെച്ചാൽ ഈ സിനിമയിൽ വലിയ സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല പുള്ളിക്കാരത്തേക്ക്. എന്താ പറയുക, ഇടയ്ക്ക് വരും, എന്താ പറയുക, ഇടയ്ക്ക് കുറച്ച് ഇമോഷണൽ സീൻസൊക്കെ വരും. ക്ലൈമാക്സിൽ നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ തരും. അങ്ങനത്തെ ഒരു സീൻസാണ് നമുക്ക് ക്ലൈമാക്സിൽ ഹീറോ ആയിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ക്യാരക്ടർ, പുള്ളിക്കാരീൻ്റെ ക്യാരക്ടർ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ആ ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളെ എന്താ പറയുക ഗരുഡ റാം, അതായത് നമ്മളെ KGF-ലെ വില്ലൻ, മൂപ്പര് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് മൂപ്പരും പ്രകാശ് രാജിൻ്റെ അതേ അവസ്ഥയാണ്. എന്താ പറയുക, KGF-ന് ശേഷം നല്ല റോള് പുള്ളിക്കില്ല. സത്യം പറയാലോ, നമ്മളിപ്പോൾ ആറാട്ടിൽ വെറുതെ ഒന്ന് തല്ല വാങ്ങിച്ച് പോയി. പിന്നെ നമ്മളെ ഭീംല നായക് പറഞ്ഞ അയ്യപ്പനും കോശിൻ്റെ റീമേക്കിൻ്റെ ഒരു സീനിൽ ഞാൻ കണ്ടാണ് ഒരു കണ്ണൊക്കെ പറിച്ചിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒന്നിനും ഗുണമില്ലാത്ത, എന്താ പറയുക, ഒരു ഒന്നുമില്ലാത്ത റോളായിരുന്നു പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. സലാറിന് മാത്രമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോള് കിട്ടിയത്. എന്നാലും എന്താ പറയുക, വലിയ ഇമ്പാക്റ്റ് ഒന്നും ആ സിനിമയിൽ എനിക്ക് തോന്നിയില്ല പുള്ളീൻ്റെ ആയിട്ട്. പക്ഷേ ഇതിൽ നല്ല രീതിക്ക് പുള്ളി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റോള് പുള്ളിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, പിന്നെ ഈ സിനിമയിൽ എനിക്കൊരു പ്രശ്നമായി തോന്നിയത് ഇതിൻ്റെ ഡബ്ബിങ്ങാണ്. എന്തിനാണ് മലയാളത്തിൽ ഡബ്ബ് ചെയ്യുമ്പോൾ കുറച്ച് നെറ്റ്ഫ്ലിക്സ് ഡബ്ബാണ്, തിയേറ്റർ ഡബ്ബല്ല. ശരിക്കും ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ഇറക്കിയാലും അത്യാവശ്യം നല്ല രീതിക്ക് ഹിറ്റാവേണ്ട ഒരു സിനിമയാണ്. ഒന്ന് പ്രശാന്ത് നീൽ, ഓംബാലെ ഈ രണ്ട് ഹൈപ്പുള്ളതുകൊണ്ട് കേരളത്തിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കൂടി വന്നിട്ടുണ്ടായി അത്യാവശ്യം സ്ക്രീൻസും കിട്ടും, അത്യാവശ്യം നല്ല രീതിയിൽ ഓടുമായിരുന്നു പടം. പക്ഷേ അവരെന്തോ ഇത് പാൻ ഇന്ത്യൻ റിലീസായിട്ട് ഇറക്കിയില്ല. അത് ഇവർ ചെയ്ത ഏറ്റവും മോശം എന്താ വെച്ചാൽ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. അതായത് ഇതിൽ ഓവർ എലവേറ്റിംഗ് സീൻസോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഇത് ഡബ് ചെയ്ത് വന്നപ്പോൾ ഇതിൻ്റെ BGMൻ്റെ സൗണ്ട് വളരെ കുറവാണ്. ചില BGM ഒന്നും ഞാൻ കേട്ടില്ല. അജനീഷ് ലോകനാഥ്, അതായത് എന്താ പറയുക, നമ്മുടെ കാന്താര, അതേപോലെ വിജയ് സേതുപതി, മഹാരാജേൻ്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിൻ്റെ സ്കോറിങ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പുള്ളി മഹാരാജയിലൊക്കെ ചെയ്ത് വെച്ചത് എന്താ പറയുക, അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തത്. ആ ഇൻട്രോവൽ സീനിലൊക്കെ BGM ഒന്നും പറയാനില്ല. ഇതിലും പാട്ടൊക്കെ ഞാൻ മര്യാദയ്ക്ക് BGM വന്നിട്ടുള്ളൂ.
എന്താ പറയുക, പാട്ടിൻ്റെ ഡബ്ബിങ്ങൊക്കെ നല്ലതുണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ ഡയലോഗാണ് കോളാക്കിയത്. മലയാളം ഡബ്ബിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. ലാസ്റ്റ് ഇവരെന്തോ KGF മോഡലാക്കാൻ നോക്കി തോന്നുന്നുണ്ട് ഡബ്ബിങ്ങിൽ. എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ കുറേ വട്ടം ദൈവം 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 ബഗീര ബഗീര ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ സീനിൽ അതാണോ വരുന്നത് എന്ന് എനിക്ക് ഡൗട്ടാണ്. സബ് ടൈറ്റിൽസ് വരുമ്പോൾ ഇവർ ബഗീര എന്ന് പറയാത്ത സ്ഥലത്ത് തന്നെ വെറുതെ ബഗീര എന്ന് ഇങ്ങനെ പുട്ടിന് തേങ്ങടുന്നായിട്ട് ഇരുന്നുണ്ട്. ഡബ്ബിങ് കുറച്ച് ഷോകാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുറച്ച് ഷോകായിട്ട് ഫീൽ ചെയ്യും. പിന്നെ BGMൻ്റെ സൗണ്ട് കുറവായിട്ട് ഫീൽ ചെയ്തു. അത് പ്രശ്നം എന്നല്ല, OTT ആയതുകൊണ്ട് ഓക്കെ. OTTക്ക് അത്ര നിലവാരം സാധാരണ ഉണ്ടാവുള്ളൂ. കൈരളി ലെവൽ അവരാതൊന്നും ആവാത്തത് ഭാഗ്യം. പിന്നെ ഈ സിനിമേനെ കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ സൂപ്പർ ഹീറോ സീൻസാണ്. അടിപൊളിയായിട്ട് വെൽ ക്രാഫ്റ്റായിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന രീതിയിലല്ലാണ്ട് കുറച്ചൊക്കെ വെറൈറ്റി ഫ്രഷ്നെസ് കൊണ്ടുവരാൻ തോന്നിയിട്ടുണ്ട്. നമുക്ക് ഈ എന്താ പറയുക, പുള്ളിക്കാരൻ ഒരു സൂപ്പർ ഹീറോ അവതാരത്തിൽ വരണമെന്ന് നമുക്ക് തോന്നുന്ന ടൈമിൽ വരും. പിന്നെ ഇതിൽ ഓവർ ഇല്ലോജിക്കൽ സീൻ എന്ന് വെച്ചാൽ ഫൈറ്റിലൊക്കെ വരുന്ന ഇല്ലോജിക്കൽ അല്ലാണ്ട് സ്റ്റോറിക്ക് അത്യാവശ്യം ലോജിക്കലി മൂവ് ചെയ്യാൻ അവർ കാണിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വേദാന്ത് IPS പോലീസ് ആ ഒരു രീതിയിൽ പോലീസ് കേസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രീമുരളീൻ്റെ ക്യാരക്ടർ എന്താ പറയുക, കുറച്ചൊക്കെ എന്താ പറയുക ധൈര്യത്തിൽ പോവുക, വില്ലനെ കോളനിയിൽ അങ്ങനത്തെ കുറച്ച് കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ അവിടെയും ഓവർ മാസ് BGMോ അങ്ങനത്തെ ഒന്നും ഇടാണ്ട് ഒരു ക്ലാസ് ആ രീതിയിൽ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു നല്ല രീതിയിൽ കാണാൻ പറ്റും. ഒരു വെറൈറ്റി ഫീല് തോന്നും പല സ്ഥലത്തും. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് നല്ല റിച്ചാണ്. ഡോക്ടർ സൂര്യ കേട്ടോ ഇതിൻ്റെ. പുള്ളിക്കാരൻ്റെ മുന്നത്തെ സിനിമ കണ്ടില്ല, പക്ഷെ പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടർ. തമിഴ്നാടൻ സൂര്യ അല്ല. അപ്പോൾ പുള്ളി നല്ല രീതിക്ക് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമ്മളെപ്പോഴും സ്റ്റോറി ഒരു അടിപൊളിയായ ആളാണ്, ഡയറക്ടറിനെ എപ്പോഴും മറന്നു പോകുന്ന അവസ്ഥയാണ്. നമ്മൾ ഗരുഡൻ പറഞ്ഞ സിനിമ വരുമ്പോൾ നമ്മൾ ഡയറക്ടറിൻ്റെ പേരിന് പകരം ഫുള്ള് എന്താ പറയുക മിഥുൻ മാനുവൽ തോമസിൻ്റെ പേരാണ് പറഞ്ഞത്. പക്ഷേ ഡയറക്ടറിൻ്റെ മാത്രം ഒരു പടം മുന്നോട്ട് പോകും. സ്റ്റോറിയും വേണം, നല്ല ഡയറക്ഷനും വേണം. അങ്ങനെയാണ് മാത്രമേ ഒരു പടം മുന്നോട്ട് പോകും. ഈ സിനിമ ഡയറക്ഷനും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈമുണ്ട്, നിങ്ങൾക്കൊരു സൂപ്പർ ഹീറോ പടം കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് ബഗീര. പിന്നെ VFX അത്യാവശ്യം നല്ല രീതിക്ക് കുറേ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു ട്രെയിനിൻ്റെ മുകളിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സംഭവമൊക്കെ കുറച്ച് VFXൻ്റെ പ്രശ്നം വന്നു. എന്നാലും നല്ല എന്താ പറയുക, നല്ലൊരു പടം തന്നെയാണ്. എന്താ പറയുക, ഇതൊരു ഹൈ ബഡ്ജറ്റ് സിനിമയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു 30 കോടി ആ ഒരു ലിമിറ്റ് ആ ഒരു ഇതിലാണ് തോന്നുന്നുണ്ട്. നല്ല രീതിക്ക് എന്താ പറയുക, പറയേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ഡീസൻറ്റ് പടമാണ്. ഭയങ്കര സംഭവമൊന്നുമല്ല, ഒരു ഡീസൻറ്റ് സിനിമ. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാം. ഒരിക്കലും നിങ്ങളെ സമയം നഷ്ടമായി നിങ്ങൾക്ക് ഫീലൊന്നും ചെയ്യില്ല. എന്താ പറയുക, ഒരു ഡീസൻറ്റ് വാച്ച്. ഡബ്ബിങ്ങാണ് കുറച്ച് പോയത്. പിന്നെ ഇതിൽ എടുത്ത് പറയാനുണ്ട് വെച്ചാൽ ആക്ഷൻ സീൻസ് കളരിയൊക്കെ വരുന്ന ലാസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് ക്ലീശ മാറ്റുന്ന സീൻസും ഉണ്ട്, ക്ലീശ സീൻസും ഉണ്ട്. അതായത് ഇപ്പം ഒരു കുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഇങ്ങനെ ശ്ലോകം പ്രാർത്ഥിക്കുക, ഇങ്ങനെ മന്ത്രം ജപിക്കുകയാണ്. അപ്പോൾ ക്ലൈമാക്സും ഈ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ തൊഴുത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഹീറോ അങ്ങനെ വീണ് കിടക്കുമ്പോൾ ആ ഒരു മന്ത്രം വെച്ചിട്ടാണ് അല്ല ഒരു ജപിക്കുന്ന വെച്ചിട്ടാണ് എണീക്കുക. സാധാരണ സിനിമയിൽ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് സ്ഥലത്ത് ഭയങ്കര ക്ലീഷ ബ്രേക്കിംഗ് എന്നല്ല, പക്ഷെ കുറച്ച് സ്ഥലത്ത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത രീതിയിലല്ലാണ്ട് സാധാ രീതിയിലൊരു മാസ് അല്ലാണ്ട് ക്ലാസ് രീതിയിലൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. എന്തായാലും പിന്നെ അവിടെ ഇവിടെയും കുറച്ച് കോമഡിയൊക്കെ വെച്ച് കുറച്ച് സ്ഥലത്ത് ഒരു എൻ്റർടൈനിങ് രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ഒരു അറ്റംപ്റ്റാണ്. എന്താ ഒരു പാൻ ഇന്ത്യൻ ലെവല് എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് തിയേറ്ററിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കുറച്ചും കൂടി കളക്ഷൻ നേടി കുറച്ചുകൂടി ആൾക്കാർ ശ്രദ്ധിക്കുമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനൊരു സിനിമേൻ്റെ OTTയിലും ഇതിന് വലിയ റെക്കഗ്നീഷൻ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് അത്ര ഓടിയിട്ടുമില്ല തിയേറ്ററിൽ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ വെച്ചാൽ 31 ഇറങ്ങിയിട്ട് 20 ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ സിനിമ OTTയിൽ വന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അതെന്താ മനസ്സിലായില്ല. എന്നാലും നല്ലൊരു ഡീസൻറ്റ് പടമാണ്, നല്ലൊരു സിനിമയാണ്. ഭയങ്കര പടമൊന്നുമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട